ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ ഈ വീഡിയോ ഞാൻ ഇവിടുന്നൊന്നുമല്ല കേട്ടോ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ചെയ്യണ പോലെ ഡേ ഇൻ മൈ ലൈഫ്, രാവിലെ എണീക്കണു, കുക്ക് ചെയ്യണു, പാക്ക് ചെയ്യണു, ഇതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചാൽ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒരു സംഭവം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടുന്ന് കേട്ടോ തുടങ്ങണേ. ഇപ്പം നമ്മൾ ജോലിക്ക് പോകാൻ പോവാണ്. ബസ് വരേണ്ട സമയം കഴിഞ്ഞാൽ ആകെ കൂടെ ഒരു 5-6 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ പടപടയെന്ന് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാട്ടോ. ബസ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ടൈമാണെന്ന് കാണിക്കുകയും ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ, ബസ് എനിക്ക് വേണ്ടി വന്ന പോലെയായിരുന്നു. ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ. സുഖമായിട്ട് അങ്ങോട്ട് കയറിയിരുന്നു. അപ്പോൾ ഞാൻ എത്തി ജോലിയിൽ. ഇന്ന് സ്റ്റോക്കിംഗ് ആണ്, ബിസ്ട്രോലല്ല. അവിടെ തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കയറണം. അതുകൊണ്ട് ജാക്കറ്റ് ഇടുകയാണ്. നമുക്ക് അവരുടെ തന്നെ ഒരു ജാക്കറ്റും തരും. നമ്മുടെ ജോലി തുടങ്ങാം. 10 മണിക്ക് തുടങ്ങുള്ളൂ. നമ്മൾ ഇന്ന് റീപ്ലനിഷാണ്. അതുകൊണ്ട് സ്റ്റോറിൽ മുഴുവനും നമ്മുടെ എന്താ പറയുക, ഫോർക്ക് ലിഫ്റ്റുകൾ ഓടിയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും വെസ്റ്റ് ഇട്ടിട്ട് വേണം അകത്തേക്ക് പോകണമെങ്കിൽ. നമുക്കിത് പിന്നെ തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജാക്കറ്റും കൂടി എടുത്തിട്ട് നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എന്നെക്കാളും വലിയ വെസ്റ്റാണ്, ജാക്കറ്റും എന്നെക്കാളും വലുതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാം. यूट्यूब में डालूंगी मैं इसको, ऐसे ही निकाल। अरे नहीं सॉरी, सोने वाले सोने बनकी। अरे मूस दिखा रही थी, we have moose. ഇവളുടെ മൂസ് പറക്കണം. We're gonna sample it. I'm on my break. I'm gonna have my food and this one is time passing there. ജമ്മോൻ പിക്ക് ചെയ്യാന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഷോപ്പേഴ്സിലേക്ക് പോകണം. ഷോപ്പേഴ്സിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങണം. എനിക്കല്ല, മൻവീറിൻ്റെ ബർത്ത്ഡേ ആണ് 29th. അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സാധനങ്ങൾ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലിപ്സ്റ്റിക്കും ഒരു ചോക്ലേറ്റ് ബോക്സും, അതും കൂടെ നോക്കണം. ദൂരേക്ക് പോകാനുള്ള സമയമില്ല. അപ്പോൾ ഇന്ന് പോയി ഇപ്പോൾ ഇവിടെ ഷോപ്പേഴ്സിൽ പോയി നോക്കിയിട്ട് നമ്മളവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പം ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആദ്യം പറഞ്ഞത് ഞാൻ ടൗൺ സെൻറ്ററിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന്. പക്ഷെ അവൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഹിം. എൻ്റെ ഭർത്തു വന്നു കേട്ടോ. എൻ്റെ ഭർത്തു പച്ചയിട്ട് സുന്ദരനായിട്ടാ വന്നേക്കണേ. നോക്കിയേ, പച്ചയിട്ട് സുന്ദരൻ. എൻ്റെ സൗന്ദര്യം സുന്ദരന്റെ മുമ്പിൽ കുറഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല. മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് അമ്മരെ. എൻ്റെ കൺമഷി മുഴുവനും പരന്നു എന്നുള്ളത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. ലിപ്സ്റ്റിക്ക് കണ്ടു പോയതുകൊണ്ട് മുഖത്തിനൊരു തെളിച്ചില്ല. Where are we going today? Elwood Town Center. Shoppers. That is Nani. Town Center में है shop. Yeah, we have to buy the gift. Remember? Yeah. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നോക്കട്ടെ എന്തുട്ടാ ഉള്ളതെന്നുള്ളത്. മെബലീൻ്റെ വാങ്ങാന്ന് വിചാരിക്കുന്നത്. കാരണം അവൾക്ക് മെബലീനാണ് ഇഷ്ടം. മാത്രമല്ല മെബലീൻ്റെ ടെഡി ഇല്ലേ, ടെഡി ടിൻ്റ് ആണോ അത്, ഐ ഡോണ്ട് റിമെമ്പർ. ലിക്വിഡ് ആണ് അത്, ലിപ്സ്റ്റിക് ആണോ ടിൻ്റ് ആണോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് വാങ്ങാന്ന് വിചാരിച്ചു. ഞാനത് അവളുടെ ബാഗിൽ കണ്ടു. പക്ഷെ സെയിം ഷെയ്ഡ് ഞാൻ വാങ്ങില്ല, വേറെ ഏതെങ്കിലും മേടിക്കുള്ളൂ. എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പോയി നോക്കാം എന്തായാലും. My husband, the one who is behind the camera, is asking me $20 just for taking my shot, and he takes the shot just like this. He puts his camera like this. इससे बढ़िया चाहिए तो इससे बढ़िया चाहिए. Yeah, $40. अच्छा से खींच दो. okay shot. ഞാൻ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കളർ ഇതില്ല കേട്ടോ. I'm not getting that one. This is cool one.
I don't know whether I'm allowed to do this, but I'm just doing it. Just a color. You don't have it, there is no testers. So I'll just go that there is no testers. No, I didn't see that before. ഇതാണ് കേട്ടോ എടുത്തത്, മെബലിൻ്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻറ്റ് വൈൽഡ് അറ്റ് ഹാർട്ട്. ഇതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം ബ്രൗണിഷ് കളറുകളാണ്, അതുകൊണ്ട് അതെടുത്തില്ല. സോ ഐ ചോസ് ദിസ് വൺ. ഹോപ്പ്ഫുള്ളി ഷീസ് ഗോണ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ എടുത്തു. അതെന്താണെങ്കിൽ വേണ്ടെന്ന് പറയില്ല, അതെനിക്കറിയാം. സോ ഈ ഓപ്റ്റഡ് ദിസ്. ഇനിയൊരു ബർത്ത്ഡേ കാർഡും കൂടെ മേടിക്കണം, ചോക്ലേറ്റും കൂടെ ഉണ്ടോ നോക്കണം. ദെൻ വി ആർ ഗുഡ് ടു ഗോ, റൈറ്റ്? He shines more than me. Look at that. നമുക്ക് പോവാം, നമുക്കൊന്നും എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് we can just go. ഇനി ചോക്ലേറ്റ്, ഒരു കാർഡ്, ബർത്ത്ഡേ കാർഡ്. You're my soulmate. यही सही है ना? यही सही है, मानना नहीं है, उसका समझ भी नहीं होना. ഞങ്ങൾ കപ്പ് മേടിച്ചു കേട്ടോ അവൾക്ക്, കോഫി മഗ് പോലെ. സോ ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ, യു ആർ അഡോറബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ബട്ട് അഡോറബിൾ ഡോ എന്നിട്ടുണ്ട് അഡോറബിൾ. ഇത് യു ആർ മൈ സോൾമേറ്റ്. एक मिनट में होगा, लौट जाएगा. No wait, let me show this as well. ഇത് കണ്ടോ, യു ആർ വൺ ഇൻ എ മില്യൺ. ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. You gonna one by one for me? You gonna buy? ചോദിച്ചു വാങ്ങണം, എന്നാലും മേടിച്ചു തരുള്ളൂ ഇത്ര. This one. ഞങ്ങള് ഇവിടെ ഒരു ബബിൾ ടീ കുടിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. എന്തൊട്ട് അതിന്റെ ഇടയിൽ പറ്റിയെന്നറിയില്ല, മൈക്ക് നിന്നുപോയി. മാംഗോ ബബിൾ ടീ. മാംഗോ ബബിൾ ടീ, യെസ്. ഞാൻ ആദ്യം സ്ലഷ് ആട്ടോ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ അവിടുന്ന് മാറി ഇവിടെ ഫ്രൂട്ടിയിലേക്ക് വന്നു. ബട്ട് ഗ്രീൻ ടീ വിത്ത് മാംഗോ ആണ് ചൂസ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും തമ്പുരാൻ്റെ അറിയാം. Thank you. My first. ഇതാണ് മേടിച്ചത്. That looks very fancy. ഇങ്ങനെയാട്ടോ പൊട്ടിച്ച് വെക്കണത്. That looks yum. A different flavor. കുഴപ്പമില്ല, മോശം എന്ന് പറയാനില്ല, നല്ല തന്നെയാണ്. ദാഹിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട്. $7 കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര മോശമാണെന്നോ ഭയങ്കര നല്ലതാണെന്നോ പറയാനില്ല, പക്ഷെ നല്ല ഫാൻസി ആയിട്ടാണ്. നമ്മളുടെ ഒരു ഷൂ കമ്പനി ഉണ്ട്, അപ്പൊ അവിടെയും കൂടെ ഒന്ന് വന്നു. നോക്കാന്ന് കരുതി. ചെൽസിയ ബൂട്ട്സ് ആട്ടോ അത്, അപ്പൊ അതും കൂടെ ഒന്ന് നോക്കട്ടെ. This one may be Colombia. This one. सारा ये भी कोलंबिया का है, लेकिन सोल सेम है. Colombia का सोल सेम ही होगा ना. I was just shopping around. This is a good one. പക്ഷെ എന്തായാലും ഇപ്പൊ വാങ്ങുന്നില്ല. No. White? Yeah. That's a cute one too. Yeah. I thought that's gonna slip. ये तो बहुत आसानी से साफ हो जाएगा. तो ये ज़्यादा टाइट है. Suede is suede. They do have rugs, yeah. നമ്മൾ വീട്ടിലെത്തിട്ടോ, കുളിച്ചു. ചായ കുടിച്ചില്ല, കാരണം നമ്മൾ പുറത്തൊന്നും കുടിച്ചില്ല, അത് വീട്ടിൽ നിന്ന് കുടിക്കാൻ തന്നില്ല. അപ്പൊ അവളുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഓൾറെഡി ഗിഫ്റ്റ് ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇതിനു മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിഫ്യൂസർ ഇല്ലേ, സാധനത്തിന്റെ പേര് അയ്യോ മറന്നുപോയി. ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഹോം ഫ്രാഗ്രൻസ് ഡിഫ്യൂസർ എന്നാണ് എഴുതിയിരിക്കുന്നത്.
നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ടുള്ള സംഭവമില്ലേ അത്. ഇത് ഞാൻ കിയോക്കിന്ന് മേടിച്ചതാ. ഏൾ ഗ്രേഡ് സ്മെല്ലാട്ടോ. ഇത് മാത്രം അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ. ഇത് അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇത് മേടിച്ചു. പിന്നെ കിയോക്കിന്ന് തന്നെ റോമാൻഡിന്റെ ഒരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈൽഡ് അറ്റ് ഹാർട്ട്, പിന്നെ ഒരു ബെൽജിയൻ ചോക്ലേറ്റ് മേടിച്ചു. നേരത്തെ കണ്ടതന്നെ കാർഡ്, പിന്നെ നമ്മുടെ യു ആർ ബർണിംഗ് എ മില്യൺ അത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് കപ്പ്. എനിക്ക് വാങ്ങണമല്ലോ. ഈ പ്രൈസിന് ഇത് നല്ലതാണ്. How much was it, baby? $5.99. അതെന്നെ നല്ലതാട്ടോ, വെറുത്ത ആ ഒരു ഇതിന്. അങ്ങനെ കാര്യമായിട്ട് പറയാൻ ഭയങ്കര ഭീകര സംഭവങ്ങളൊന്നുമില്ല ഗിഫ്റ്റായിട്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസാ. എന്നാലും കൊടുക്കുന്ന നമുക്കൊരു സന്തോഷം, കിട്ടുന്ന അവർക്കും സന്തോഷമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വലിയ സാധനമാണെന്നുണ്ടെങ്കിലും ചെറിയ സാധനമാണെങ്കിലും വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഇങ്ങനെ എന്താ പറയാ, പൊട്ട ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്നുവെച്ചാ അപ്പൊ ഞാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ എനിക്കൊരാൾ തരുമ്പോ അതിപ്പോ ചെറിയൊരു സംഭവമായാലും നമ്മള് അവരുടെ മെമ്മറിയിൽ ഉണ്ട്, നമുക്ക് വേണ്ടിയിട്ട് അവർ അത്രയും ടൈം സ്പെൻഡ് ചെയ്തു, അത്രയും എഫേർട്ട് എടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ കുഞ്ഞിതായി പോയി എന്നുള്ള വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. ആരുടെങ്കിലും ഒക്കെ ഓർമ്മയിലുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ കുഞ്ഞിതായാലും വലുതായാലും സന്തോഷത്തോടെ ഒരേപോലെ അങ്ങോട്ട് വാങ്ങി വെക്കുക. ഓ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയല്ലോ, നമ്മളെ അവര് ഓർക്കെങ്കിലും ചെയ്തൂലോ എന്ന് വിചാരിക്കുക കേട്ടോ. എന്നാലും ഞാനിത് പാക്ക് ചെയ്യട്ടെ. ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് റാപ്പ് ഒന്നും ഞാൻ ചെയ്യണമെന്നില്ല, എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കും, അത്രേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ല ഇത് കാണാൻ, പർപ്പിൾ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു ഐറ്റം. ഇതാട്ടോ മറ്റേ ഒരു പീസും കൂടെ ഉള്ളത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് പാക്ക് ചെയ്യാം. ഇതിനെ ആദ്യം നമുക്ക് പൊടിയാം. ഈ രണ്ടെണ്ണത്തിന് ഇതിനുള്ളിൽ വെക്കാം. തൽക്കാലം ഇതിങ്ങനെ വെക്കാം. ഭംഗിയായിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഞങ്ങൾ വെച്ചുള്ളൂ. അത് വെച്ചതും കീറിപ്പോയതും വെച്ചാൽ സാരില്ല. ഇത് തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇതിന് കിടക്കി വെക്കാം. ഇതുണ്ടോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ വിചാരിച്ചത് ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. പക്ഷെ ജോലിയുടെ ഇടയിൽ അത് ചെയ്യൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാനത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടാറുണ്ട്, കുഞ്ഞു ചെറിയ ഷോർട്സ്, ചിലപ്പോൾ 30 സെക്കൻഡ് 10 സെക്കൻഡ് 40 അങ്ങനെയൊക്കെ കണ്ടുവിടുന്നത്. എല്ലാവരും അത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.